Hi friends, welcome back to my channel. 2024 RPF കോൺസ്റ്റബിൾ ആൻഡ് എസ്ഐയുടെ ഫോം ഫില്ലിംഗ് ഡേറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത എല്ലാ കുട്ടികൾക്കും ആൻഡർ ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഫോം ഫില്ല് ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. മെയ് 15 മുതൽ മെയ് 24 വരെയാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത്. കുട്ടികൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്ത ആ ഒരു പ്രിന്റഡ് കോപ്പി എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ കഫേയിൽ ചെന്നിട്ട് നിങ്ങൾ അതിന്റെ കറക്ഷൻ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് 2024 RPF കോൺസ്റ്റബിൾ ആൻഡ് എസ്ഐയുടെ പോസ്റ്റിലേക്ക് എത്ര കുട്ടികളാണ് ഫോം ഫില്ല് ചെയ്തത്, കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണ്, ഈസി ആണോ ടഫ് ആണോ വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും. ഇതോടൊപ്പം തന്നെ 2018 RPF കോൺസ്റ്റബിൾ ആൻഡ് എസ്ഐക്ക് എത്ര കുട്ടികളാണ് ഫോം ഫില്ല് ചെയ്തത്, അതിന്റെ റിസൾട്ട് എങ്ങനെയായിരുന്നു, അതിന്റെ കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കുട്ടികളെ, നിങ്ങളും ഈ തവണത്തെ RPF കോൺസ്റ്റബിൾ ആൻഡ് എസ്ഐക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും 2018 കോമ്പറ്റീഷൻ എങ്ങനെയായിരുന്നു, 2024 ഇനി വരാൻ പോകുന്ന RPF കോൺസ്റ്റബിൾ ആൻഡ് എസ്ഐയുടെ കോമ്പറ്റീഷൻ എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റിയിട്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. സോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, 2024 RPF കോൺസ്റ്റബിൾ ആൻഡ് എസ്ഐ പോസ്റ്റിലേക്കുള്ള ഓൺലൈൻ ക്ലാസുകൾ ആൻഡർ ഡിഫൻസ് അക്കാഡമി ആരംഭിച്ചിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ടോട്ടൽ കോഴ്സ് ഫീസ് 2500 രൂപയാണ്. ഈ ഒരു 2500 എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ നോക്കുക. എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. PDF നോട്ട്സ് ലഭിക്കും. റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. റെക്കോർഡഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസത്തെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതാ ദിവസത്തെ ആ ഒരു ലൈവ് ക്ലാസ് റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് ആൻഡർ ഡിഫൻസ് അക്കാഡമി എന്ന നമ്മുടെ ഒഫീഷ്യൽ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കുട്ടികളെ, ഈ ഒരു ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലഭിക്കുന്ന മറ്റ് ഫെസിലിറ്റീസ് ആണ് ഡയറ്റ് പ്ലാൻ, ഫിസിക്കൽ ട്രെയിനിങ്, അതുപോലെ തന്നെ മെഡിക്കൽ അവയർനെസ്. ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ കേരളത്തിലെ ഒരു അക്കാഡമി പോലും ഇതേ രീതിയിൽ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യത്തില്ല ഈ ഒരു ഫീസിൽ തന്നെ. നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഫൈനൽ സെലക്ഷൻ ആണ്. അതായത് റിട്ടേൺ ക്ലാസ്, അതിനുശേഷം ഫിസിക്കൽ, പിന്നെ മെഡിക്കൽ, DV അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അവിടം വരെ നിങ്ങളോടൊപ്പം ആൻഡർ ഡിഫൻസ് അക്കാഡമി കാണുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ടോട്ടൽ കോഴ്സ് ഫീസ് 2500 രൂപ. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇതിനകത്ത് വാട്സ്ആപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്. ഉടനെ തന്നെ ജോയിൻ ചെയ്തുള്ള കുട്ടികളെ ഒട്ടും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കരുത്. ഇതോടൊപ്പം നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പായ info@andren എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ആവുക. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ ഡ്രീം ഒരു ഡിഫൻസ് യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ ഡിഫൻസുമായിട്ട് ടച്ച് ആയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ ഒരു പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റും നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ളതും നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് വീഡിയോസിന്റെ ലിങ്കും ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുമുഖേന നിങ്ങൾക്ക് ഡിഫൻസുമായിട്ട് നല്ല രീതിയിൽ ടച്ച് ആയിട്ടിരിക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടാനും പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ info@andren എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ആവുക കുട്ടികളെ. ഇനി നമുക്ക് മെയിൻ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾ അറിയാൻ പോകുന്ന കാര്യങ്ങളാണ് 2024 RPF കോൺസ്റ്റബിൾ ആൻഡ് എസ്ഐ പോസ്റ്റിലേക്ക് എത്ര കുട്ടികളാണ് ഫോം ഫില്ല് ചെയ്തത്, കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ്. ഇതിനുവേണ്ടി നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് 2018 എത്ര കുട്ടികളാണ് ഫോം ഫില്ല് ചെയ്തത്, ആ ഒരു സമയത്തെ കോമ്പറ്റീഷൻ ലെവൽ എന്തായിരുന്നു എന്നതിനെ കുറിച്ചിട്ടാണ്. കുട്ടികളെ, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. 2018 കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2018 ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ 9739 ആയിരുന്നു. ഇത് ഇൻക്ലൂഡിംഗ് SI കൂടി ചേർത്തിട്ടാണ്. ഓൺലി ഫോർ കോൺസ്റ്റബിളിന്റെ വേക്കൻസി എന്ന് പറഞ്ഞാൽ 8619 ആയിരുന്നു. 2018 RPF കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ടോട്ടൽ ഫോം ഫില്ലിംഗ് നടന്നത് 59 ലക്ഷമായിരുന്നു. എത്രയാണ് കുട്ടികളെ? 59 ലക്ഷം കുട്ടികളാണ് 2018 RPF കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ഫോം ഫില്ല് ചെയ്തത്. 2018 ഇത്രയും കുട്ടികൾ ഫോം ഫില്ലിംഗ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ 2018 നോട്ടിഫിക്കേഷനിൽ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോം ഫില്ല് ചെയ്യേണ്ടത് ഗ്രൂപ്പ് വൈസും സോൺ വൈസും ആയിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അവരുടെ അതായത് അവരുടെ വീടിന് അടുത്തുള്ള സോണിലേക്ക് ഫോം ഫില്ലിംഗ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടായിരുന്നു കൂടുതലും ഫോം ഫില്ലിംഗ് നടന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല നടന്നിരിക്കുന്നത്. ഗ്രൂപ്പ് വൈസോ അല്ല, സോൺ വൈസോ അല്ല, ഓൾ ഓവർ ഇന്ത്യ ലെവലിലാണ് ഇത്തവണ ഫോം ഫില്ലിംഗ് നടന്നിരിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് 2018 കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ കൂടുതലും വന്നിരുന്നു, കുറവും വന്നിരുന്നു. ചില ഗ്രൂപ്പിലൊക്കെയോ 60 കട്ട് ഓഫ് വന്നിരുന്നു, എന്നാൽ ചില ഗ്രൂപ്പിലോ കട്ട് ഓഫ് 120 ആയിരുന്നു. അതേ രീതിയിലും വന്നിരുന്നു. ഈ തവണ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ടോ? ഈ തവണത്തെ കോമ്പറ്റീഷൻ ലെവൽ എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നില്ലേ? എന്തായാലും പറയാം. അതിനുവേണ്ടി നമുക്ക് 2018 കോമ്പറ്റീഷൻ ലെവൽ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞു ടോട്ടൽ ഫോം ഫില്ലിംഗ് നടന്നത് 59 ലക്ഷമാണ്. കുട്ടികളെ, ഇവിടെ ഒരു സീറ്റിന് വേണ്ടി ടോട്ടൽ 605 കുട്ടികളാണ് ഒരുമിച്ച് കോമ്പറ്റീഷൻ ചെയ്തത്. എന്താണ്? ഇവിടെ ഒരു സീറ്റിന് വേണ്ടി ടോട്ടൽ 605 കുട്ടികൾ കോമ്പറ്റീഷൻ ചെയ്യേണ്ടി വന്നു. ഇനി നമുക്ക് 2024 നോക്കാം. 2024 ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ 4208 ആണ്. ടോട്ടൽ ഫോം ഫില്ലിംഗ് നടന്നിരിക്കുന്നത് ഇവിടെ കുട്ടികളെ 23 അല്ലെങ്കിൽ 25 ലക്ഷത്തിനടുത്താണ്. എല്ലാവരുടെ മനസ്സിൽ ഇപ്പോൾ തോന്നാനുള്ള ഒരു ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് ഈ തവണ ഇത്രയും കുറച്ച് ഫോം ഫില്ലിംഗ് വന്നത്? അതിന് കുറച്ച് റീസൺ ഉണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. കുട്ടികളെ, ഇവിടെ നോക്കൂ.
ഫോം ഫില്ലിംഗ് വളരെ കുറവാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഫോം ഫില്ലിംഗ് ചെയ്ത എല്ലാ കുട്ടികളുടെയും ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആണ് ഈ തവണ ജോലിക്ക് കയറാനായിട്ടുള്ളത്. കോമ്പറ്റീഷൻ ലെവലിനെ കുറിച്ച് ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഈ തവണ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, ജോലി കിട്ടുമോ, ഹാർഡ് വർക്ക് ചെയ്യണോ വേണ്ടോ എന്നതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് നോക്കാം ഇനി കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണെന്ന്. 2018 ഞാൻ ആൾറെഡി പറഞ്ഞു 605 കുട്ടികൾക്കിടയിലാണ് എന്താണ് ഒരു സീറ്റിന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ നടന്നത്. ഇനി നമുക്ക് 2024 കോമ്പറ്റീഷൻ ലെവൽ ഒന്ന് നോക്കാം. 2024 500 കുട്ടികൾക്കിടയിലായിരിക്കും ഒരു സീറ്റിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ വരുന്നത്. മനസ്സിലായ നിങ്ങൾക്ക്? ഒരു സീറ്റിന് വേണ്ടിയിട്ട് എന്താണ് 500 കുട്ടികളായിരിക്കും ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും കോമ്പറ്റീഷൻ ലെവൽ എവിടെയായിരുന്നു കൂടുതൽ. കോമ്പറ്റീഷൻ ലെവൽ എന്തായാലും 2018 2024 കോമ്പറ്റീഷൻ ലെവൽ വളരെ കുറവാണ്. 500 കുട്ടികൾക്കിടയിലാണ് ഒരു സീറ്റിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഫോം ഫില്ല് ചെയ്ത എല്ലാ കുട്ടികളും എന്താണ് ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ലപോലെ കൊണ്ടുപോവുക. എക്സാം വരാൻ പോകുന്ന ഡിസംബറോടായിരിക്കും. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, ഫിസിക്കലി മെയിൻറ്റെയിൻ ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ തവണത്തെ RPF കോൺസ്റ്റബിൾ ആൻഡ് SAയുടെ എക്സാം ക്രാക്ക് ചെയ്ത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരെ എത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കോമ്പറ്റീഷൻ ലെവൽ മനസ്സിലായല്ലോ കുട്ടികളെ. കോമ്പറ്റീഷൻ ലെവൽ വളരെ കുറവാണ് ഈ തവണ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു അറൗണ്ട്ലി ഒരു 23 അല്ലെങ്കിൽ ഒരു 25 ലക്ഷം ഫോം ഫില്ലിംഗ് നടന്നു. എന്തായാലും ഇതിൽ നിന്നും കുറച്ച് കുട്ടികളായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അറൗണ്ട്ലി ഒരു 2 to 5 lakhs ഇതിൽ നിന്നും കുറവായിരിക്കും കുട്ടികൾ ഇനി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ എന്താണ് ഒന്നുകൂടി കുറയുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ ഒത്തിരി കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ഡൗട്ടാണ്, ഒരു കൺഫ്യൂസ് ആണ്. എന്താണ് 2018 കട്ട് ഓഫ് 120 വന്നിരുന്നു, അതുകൊണ്ട് ഈ തവണയും കട്ട് ഓഫ് 120 വരും എന്നൊക്കെ കുറിച്ച് അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2018 എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രൂപ്പ് വൈസും സൂൺ വൈസും ആയിരുന്നു ഫോം ഫില്ലിംഗ് നടന്നത്. അതുകൊണ്ടായിരുന്നു ആ ഒരു സമയത്ത് കട്ട് ഓഫ് അത്ര വന്നത്. ഈ തവണ അങ്ങനെയല്ല, ഓൾ ഇന്ത്യ ലെവലിലെ കട്ട് ഓഫ് ആണ് വരാൻ പോകുന്നത്. അറൗണ്ട്ലി 75% അടുത്തായിരിക്കും കട്ട് ഓഫ് വരുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് കുട്ടികളെ എല്ലാവരും നല്ലപോലെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, നല്ലപോലെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കോമ്പറ്റീഷൻ ലെവലിനെ കുറിച്ചിട്ടുള്ള A to Z ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. എത്ര പേർ ഫോം ഫില്ല് ചെയ്തു അതിന്റെ ഡീറ്റെയിൽ ഞാൻ ഷെയർ ചെയ്തു. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ തവണ ഇത്ര ഫോം ഫില്ലിംഗ് കുറവായിട്ട് നടന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. അതിന് മെയിൻ ആയിട്ട് 2 റീസൺ ആണുള്ളത്. ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഈ തവണത്തെ ഫോം ഫില്ലിംഗ് നടന്നത് ഗ്രൂപ്പ് വൈസും സോൺ വൈസും അല്ല. കഴിഞ്ഞ തവണ ഗ്രൂപ്പ് വൈസും സോൺ വൈസും ആയതുകൊണ്ടാണ് കൂടുതലും കുട്ടികൾ ഫോം ഫില്ല് ചെയ്തത്. ഈ തവണ ഗ്രൂപ്പ് വൈസും സോൺ വൈസും അല്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് എവിടെയാണ് പോസ്റ്റിംഗ് കിട്ടുന്നതെന്ന് തന്നെ അറിഞ്ഞുകൂടാ. പക്ഷേ കഴിഞ്ഞ തവണ അങ്ങനല്ല, ക്ലിയർ ആയിട്ട് അറിയാമായിരുന്നു എവിടെയാണ് അപ്ലൈ ചെയ്തത്, അവിടെ ആയിരിക്കും പോസ്റ്റിംഗ് കിട്ടാനും പോകുന്നത്. ഈ തവണ അങ്ങനെയല്ല. അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഫോം ഫില്ലിംഗ് ഈ തവണ കുറയാനുള്ള റീസൺ വന്നത്. പോയിന്റ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ കട്ട് ഓഫിന്റെ പേടി. 2018 കട്ട് ഓഫ് 120 വരെ എത്തിയിരുന്നു. അപ്പോൾ കൂടുതലും കുട്ടികൾ മനസ്സിലൊരു ഡൗട്ട് ആയിരുന്നു, RPF കോൺസ്റ്റബിൾ ആൻഡ് SI എന്തോത്തിനാണ് നീ പഠിക്കുന്നത്, ഈ തവണ കട്ട് ഓഫ് 120 ആയിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ കുട്ടികൾ അറിയുന്നില്ല കഴിഞ്ഞ തവണ അതൊരു നോർമലൈസേഷൻ മാർക്കും കൂടി ആഡ് ചെയ്തിട്ടാണ് അത്രയും വന്നേക്കുന്ന കട്ട് ഓഫ്. അതും ഗ്രൂപ്പ് വൈസും സോൺ വൈസും ആയിരുന്നു. ഈ തവണ എന്താണ് കൂടുതലും കുട്ടികളുടെ മനസ്സിൽ എന്താണ് ആ ഒരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്താണ് ഈ തവണത്തെയും RPF കോൺസ്റ്റബിൾ ആൻഡ് SIയുടെ പോസ്റ്റിലേക്ക് എന്താണ് കുറച്ച് ഫോം ഫില്ലിംഗ് നടന്നത്. ഇനിയും കുട്ടികളുടെ മനസ്സിലൊരു ഡൗട്ടാണ് ഈ ഒരു ഫോം ഫില്ലിംഗ് ചെയ്യുന്ന ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ കുറിച്ചിട്ട്. ഒരിക്കലും സാധ്യതയില്ല. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ, അതായത് 14 മെയ്ക്ക് മുന്നേ തന്നെ RPF ഡയറക്റ്റ് ആയിട്ട് എന്താണ് നമുക്ക് ആ ഒരു ലെറ്റർ അപ്ഡേറ്റ് ചെയ്ത് തന്നേനെ എല്ലാ കുട്ടികൾക്കും. കാരണം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും ഒരു സാധ്യതയും ഇല്ല. ഫോം ഫില്ല് ചെയ്ത എല്ലാ കുട്ടികളും എന്താണ് ഒരു ലക്കിയസ്റ്റ് പേഴ്സൺ തന്നെയാണ്. നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡ്രീം ഗോളിന് വേണ്ടി നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. കുട്ടികൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക. അണ്ണ ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് കൂടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറെ നെക്സ്റ്റ് വീക്കിൽ